അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും വിവാഹം അസാധുവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്നേ നമ്മൾ സംശയം പ്രകടിപ്പിച്ച ഒരു കാര്യമുണ്ടെന്ന് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പെൺകുട്ടിയുടെ പിതാവ് ഹാജരാക്കിയ രേഖ പ്രകാരം 18 വയസ്സായിട്ടില്ല. പെൺകുട്ടിയുടെ കാമുകൻ ഹാജരാക്കിയ രേഖ പ്രകാരം 18 വയസ്സ് പൂർത്തീകരിച്ചു. അപ്പോൾ പോലീസുകാർക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ, ഇത് ഏതാ ശരി എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം വേണമായിരുന്നു ഇതിന് ക്ലിയറൻസ് കൊടുക്കാനായിട്ട്. പോട്ടെ, നാട് ഭരിക്കുന്ന മന്ത്രി ശിവൻകുട്ടിക്കും ഈ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഗർജിക്കുന്ന സിംഹം എന്ന് പേര് കേട്ട ലോകപ്രസിദ്ധനായ പാർലമെൻറ്റേറിയൻ ഡബിൾ റഹീമിനും എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഇവരുടെ വീട്ടിലെ ഒരു കുട്ടിക്കാണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു. ഈ വിവാഹം നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ? യഥാർത്ഥത്തിൽ 18 വയസ്സ് പൂർത്തീകരിച്ചോ? ഇനി നാളെ പോക്സോ കേസ് ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ? ഈ കാമുകൻ എന്ന് പറഞ്ഞ ആൾ ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അയാൾ ഹാജരാക്കിയ രേഖ യഥാർത്ഥത്തിലുള്ളതാണോ, അസലാണോ, അതോ വ്യാജമാണോ എന്ന് തിരക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി കാണിക്കണ്ടേ? അത് കാണിച്ചില്ല. അങ്ങനെ വിവാഹം കൊട്ടും കുരവയുമായിട്ട് ആഘോഷമായിട്ട് നടന്നു. വധൂവരന്മാർ എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും പോയി കാണും.